പത്മാസനം. ഇത് യോഗയിലെ പ്രധാനപ്പെട്ട ഒരാസനമാണ്. ഒരു കാര്യം ഓർമ്മിക്കുക, നിങ്ങളുടെ കാലുകൾ ഫ്ലെക്സിബിൾ അല്ലെങ്കിലോ ബലഹീനമോ ആണെങ്കിൽ ഈ ആസനം വളരെ സൂക്ഷിച്ചു വേണം ചെയ്യുവാൻ. നിങ്ങൾക്ക് പത്മാസനം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പകരം അർദ്ധപത്മാസനം ചെയ്താലും മതിയാകും. ഇപ്പോൾ നമുക്ക് പത്മാസനം ചെയ്യാം. പത്മാസനം. വലതുകാൽ ഇടതു തുടയുടെ മേൽ വയ്ക്കുക. അല്പനേരം ഇതേ പൊസിഷനിലിരിക്കുക. ഇത് അർദ്ധപത്മാസനമാണ്. അല്പനേരത്തിന് ശേഷം ഇതേപോലെ തന്നെ ഇടതുകാൽ വലതു തുടയുടെ മുകളിൽ വയ്ക്കുക. 2 കൈപ്പത്തികളും മുട്ടുകളുടെ മേൽ വെച്ച് കണ്ണുകൾ അടയ്ക്കുക. അർദ്ധപത്മാസനം ചെയ്തതിനു ശേഷം പത്മാസനം നമുക്ക് ചെയ്യാം. ഇടതുകാൽ വലതു തുടയുടെ മുകളിൽ വെച്ച് വലതുകാൽ ഇടതു തുടയുടെ മുകളിൽ വയ്ക്കുക. ഇപ്പോൾ നട്ടെല്ല് നിവർത്തിയിരിക്കുക. അതോടൊപ്പം ധ്യാനം ചെയ്യുന്ന പോസ്ചറിൽ ഇരിക്കുക. പ്രയോജനങ്ങൾ. ഈ പോസ്ചറിൽ ഇരുന്ന് ശീലിച്ചു കഴിഞ്ഞാൽ ദീർഘനേരം നിങ്ങൾക്ക് അനങ്ങാതിരിക്കാൻ സാധിക്കും. നിങ്ങളുടെ ശരീരത്തിന്മേൽ സ്വയം നിയന്ത്രണമുണ്ടാവും. ഈ ആസനം ചെയ്യുമ്പോൾ കാലുകളിലേക്കുള്ള രക്തസഞ്ചാരം കുറയുന്നു. അതിനാൽ ഉദരഭാഗത്തേക്കുള്ള രക്തസഞ്ചാരം വർദ്ധിക്കും. വിശന്നിരിക്കുന്നവർ ഈ ആസനം ചെയ്യാൻ പാടില്ല. കാരണം ഇത് ചെയ്യുമ്പോൾ വിശപ്പ് വർദ്ധിക്കും. ഈ ആസനം ദിവസവും ചെയ്താൽ ശാരീരികവും മാനസികവും വികാരപരവുമായ പ്രശ്നങ്ങൾ അകലും. ധ്യാനത്തിന് ഉത്തമമായ ആസനമാണിത്.